പാർത്ഥൻ ചേട്ടാ, നമ്മുടെ എമ്പുരാൻ റിലീസ് ആയിരിക്കുകയാണ്. അപ്പോൾ എമ്പുരാൻ റിലീസ് ആയതിനു ശേഷം നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ പൃഥ്വിരാജ് എന്താണോ പറഞ്ഞത് ആ ഒരു രീതിയിലേക്ക് തന്നെ, ആ ഒരു സിനിമയുടെ ഇമ്പാക്ട് നല്ലൊരു രീതിയിലേക്ക് തന്നെ പോരുകയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ അടയാളപ്പെടുത്തുന്ന സിനിമയായിട്ട് തന്നെ എമ്പുരാൻ മാറ്റപ്പെടുന്ന ഒരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇത്തൽ കണ്ണുകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സിനിമയെ എത്രത്തോളം ഡിഗ്രേഡ് ചെയ്യാം, അത് പൊളിറ്റിക്കലി മാറ്റിയിട്ട് ഒരു തമ്മിൽ ചേരിയടിയൊക്കെ ഒരു രീതിയിൽ നടക്കുന്നില്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഈ സംഘപരിവാറിന്റെ ആൾക്കാരാണെങ്കിലും തമ്മിൽ ഒരു അടി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഏതൊരു പോസ്റ്റ് കമന്റ് സെക്ഷനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത്തരം അടികളാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു മോശമായിട്ടുള്ള ഒരു രീതിയല്ലേ? തീർച്ചയായിട്ടും. അതായത് മലയാള സിനിമാ ലോകത്തിന് തന്നെ അഭിമാനമായിക്കൊണ്ടാണ് എമ്പുരാൻ ഇന്ന് റിലീസായിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ മികച്ച സിനിമകളിൽ ഒന്ന് മലയാള സിനിമയിൽ ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരനിലൂടെ അവതരിച്ചിരിക്കുന്നു, ഒരു നിർമ്മാണം ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന രീതിയിലേക്കാണ് എമ്പുരാൻ പോയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെ ഒക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമകളിലേക്ക് മതം വെച്ച് കലർത്തി കൊണ്ടുപോകുന്ന കുറേ അധികം ആളുകളുണ്ട്. അത് നിൽക്കട്ടെ. പക്ഷേ എമ്പുരാനെ പോലെ ഇൻഡസ്ട്രിക്ക് ഏറ്റവും വലിയ നേട്ടം സമ്മാനിക്കുന്ന ഒരു സിനിമയെപ്പോലും മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് ഫാനോളികളുടെ ഭാഗത്ത് നിന്ന്, ചില ഫാനോളികളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്, ചില മതപരമായ ആളുകളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്. രണ്ടാമത്തത് പൊളിറ്റിക്സ്. പൊളിറ്റിക്കലി ഈ സിനിമയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് സിനിമ പറയുന്ന രാഷ്ട്രീയം, ഒരു സിനിമ എന്ന് പറയുന്നത് കേരളത്തിൽ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിനകത്ത് ഒരു സിനിമ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം, അതിൽ ആ സിനിമയ്ക്കകത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നും എന്തായിട്ട് പറയുന്നില്ല, ഏതെങ്കിലും ഒരു തരത്തിൽ അവർ ഡയറക്റ്റ് വിമർശിക്കുന്നൊന്നുമില്ല. അവർ അവരുടേതായ രീതിയിലാണ് പല രാഷ്ട്രീയ കക്ഷികളെയും വിമർശിക്കുന്നത്. ഉപയോഗിക്കുന്നില്ല, അവരുടെ പേരുകൾ എടുത്ത് പരാമർശിക്കുന്നില്ല, ഇതൊന്നും പരാമർശിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലി നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള പല സന്ദർഭങ്ങളുമാണ് അവിടെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അത് എമ്പുരാനൊന്നും അല്ല, അതിനു മുമ്പ് തന്നെ എത്രയോ സിനിമകളിൽ അങ്ങനെ അത്തരത്തിൽ രീതിയിൽ വിമർശനങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള കലയിലൂടെ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് പൊളിറ്റിക്കലി ഒരു ചേരിപ്പോര് നടക്കുന്നു, രണ്ടാമത്തത് ഈ സിനിമയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് പൊട്ടിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിൽ രണ്ടിലെ അപകടങ്ങൾ എന്താണെന്നറിയോ? ഒന്നാമത്തത്, ഒരു സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന BJPയുമായി ബന്ധപ്പെട്ട്, സംഘപരിവാര സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ സിനിമ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിനെ വിമർശിക്കുന്നുണ്ട്. മറിച്ച് CPM, കേരളത്തിലെ CPMനെ പച്ചക്ക് ട്രോളുന്നുണ്ട്. കാരണം CPMന്റെ പല കാര്യങ്ങളെയും പച്ചയ്ക്ക് ആ സിനിമ ട്രോളുകയും നോക്കുകയാണെങ്കിൽ പല ഡയലോഗ് ഡെലിവറീസിലൂടെ കൃത്യമായിട്ട് പല സാധനങ്ങളെയും പച്ചയ്ക്ക് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്. രണ്ടാമത്തത് കോൺഗ്രസിന് പറയുന്നുണ്ട്, കോൺഗ്രസ് കൃത്യമായി അതിൽ വിമർശിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിന് നിലപാടാണ്. പക്ഷെ ഇതിലെ രാഷ്ട്രീയം മാത്രം എടുത്തുകൊണ്ട് ഒരു സിനിമയായി കാണാതെ ഇതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അടിക്കാനുള്ള വടിയായിട്ട് ചിലർ കാണുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടി ഇത് തങ്ങളെ ആണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ മറ്റു ചിലരെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സംഘപരിവാർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയകളിൽ ഈ സിനിമയ്ക്കെതിരായിക്കൊണ്ട് നേതാക്കൾ പോസ്റ്റ് ഇട്ട് തുടങ്ങിയിരിക്കുന്നു. മറുഭാഗത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇപ്പോൾ VT ബലറാമിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ സിനിമയ്ക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായ നിലപാടോടുകൂടി ഈ സിനിമയെ സംഘപരിവാർ വിരുദ്ധ സിനിമയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു. നേരെ മറിച്ച് ബിനീഷ് കോടിയേരിയെ പോലുള്ള അല്ലെങ്കിൽ CPMന്റെ ചില നേതാക്കന്മാരും പോരാളി ഷാജിയെ പോലുള്ള ചില സൈബർ സംഘടനകളുമൊക്കെ തങ്ങൾക്കെതിരെ എത്ര പറഞ്ഞതും അവർ കേട്ടിട്ടില്ല. അവർ ഈ പറയുന്ന പോലെ ഇതെന്തോ ഒരു സംഘപരിവാർ വിരുദ്ധ സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും പോരാട്ടം നടത്തുന്നുണ്ട്. അത്തരത്തിൽ മറ്റു പല ആളുകളും ഈ സിനിമയ്ക്ക് പോകാതിരിക്കുന്നു. ടോട്ടലി പറയുകയാണെങ്കിൽ ഇപ്പോൾ BJPയെയും അല്ലെങ്കിൽ CPMനെയും എടുത്തിട്ട് അലക്കുന്ന രീതിയിലേക്കാണ് സിനിമ പോയത്. പൊളിറ്റിക്കലി കൊണ്ടുപോയിട്ട് സിനിമയെ എങ്ങനെ തകർക്കാമെന്നൊരു ചർച്ചയിലേ നടന്നു. അതാണ്. അപ്പൊ ഇത് സിനിമയെ അവർ പറയുന്ന കാര്യം, സിനിമയെ ഞങ്ങൾ സിനിമയായിട്ട് കാണുമെന്ന് പറയുമ്പോഴും ഇതിനകത്ത് വരുന്ന ചില, അപ്പൊ അതിനോട് വിയോജിപ്പുള്ളവർ ആ വിയോജിപ്പ് മാന്യമായി പ്രകടിപ്പിക്കുക, മാന്യമായി അത് പറയുക. അത് കണ്ടതിന് ശേഷം അത് പ്രകടിപ്പിക്കുക. അതെ, തീർച്ചയായിട്ടും. അല്ലാതെ ആരെങ്കിലും പറയുന്നതിന്റെ ഒരു ലൂപ്പ് എടുത്തിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്, ഞങ്ങൾ സിനിമ ബഹിഷ്കരിക്കുന്നു, ഇത് എന്ത് നിലപാടാണ്? അല്ല, അതാണ് ഞാൻ പറയുന്നത്. കാരണം സിനിമ പറയുന്ന രാഷ്ട്രീയത്തോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് പറയാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ ആ സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറയേണ്ട കാര്യം എന്താണ്? ആ സിനിമ കണ്ടിട്ട് ഇതാണോ യാഥാർത്ഥ്യമെന്ന
എന്ന് അറിയാനുള്ള വിവരം നമുക്കുണ്ടല്ലോ. ഈ സിനിമ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ, അപ്പോൾ CPM ഞാൻ ഒരു CPM അനുഭാവിയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം മൊത്തം ശരി എമ്പുരാൻ കണ്ടിരിക്കുന്നു, ഞാൻ CPM ഇട്ടോണ്ട് ഞാൻ വിടുകയാണ്, അല്ലെങ്കിൽ ഞാൻ BJP ആണ്, ശരി എമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ BJP വിടുക, അങ്ങനെയല്ലല്ലോ. ഇതിനെപ്പറ്റി നമ്മൾ കൃത്യമായി പഠിക്കുന്നില്ലേ? പക്ഷെ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇതുവരെ പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും പലതരത്തിലും ഒരു വിവേകമില്ലാതെ തോന്നിപ്പോകുന്ന രീതിയിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൃത്യമായി ഈ എമ്പുരാൻ സിനിമയെ വെച്ച് മുതലെടുക്കാൻ പല ആളുകളും ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ കഷ്ടകരമാണ്. രണ്ടാമത്തത്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സിനിമ ഇറങ്ങിയിട്ട് 6:10 ഞാൻ സിനിമ കണ്ടു, സിനിമ മോശമാണ് എന്ന് പറയുക, ഏതൊക്കെയോ പിന്നെ കള്ള ഐഡികളിൽ നിന്ന്, ചൈനീസ് പേരുള്ള ഐഡികളിൽ നിന്ന് ഒക്കെ പേര് വന്നിട്ട് ഞാൻ മോഹൻലാൽ ഫാനാണ് പക്ഷേ സിനിമ മഹാമോശമാണ്. ഇപ്പോൾ പരമേശ്വരൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് പേരുള്ള ഒരു ഐഡിയിൽ നിന്ന് വന്നത് ഞാൻ കടുത്ത മോഹൻലാൽ ആരാധകനാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെ പോലെ ഞാൻ ഈ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളാണ്, പക്ഷേ മോഹൻലാലിൻ്റെ ഈ സിനിമ മോശമാണ്. എന്തിനാണ് ഈ പരമേശ്വരൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് അത് മോഹൻലാലിൻ്റെ വിശ്വാസം, ഞാൻ മോഹൻലാലിൻ്റെ വിശ്വാസത്തെ അനുകരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ഒരു കമന്റ് ഉണ്ട കാര്യം എന്താ? ആ ഒരു സിനിമയിലൂടെ ആ സിനിമ ഒരു രാഷ്ട്രീയം പറയുന്നത്, ആ രാഷ്ട്രീയത്തിനെ എങ്ങനെ പൊളിറ്റിക്കലി എതിർത്ത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഈ നമ്മൾ പറയുന്ന പോലെ ഈ മതവിദ്വേഷമൊക്കെ നടത്തത്തില്ലേ, ആ ഒരു രീതി തന്നെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമയിലൂടെ മതവിദ്വേഷമാണ് നടത്തുന്നത്. ഈ ഒരു രീതി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ് അതിനകത്ത് നടത്തുന്നതെന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് ഇത്തരം ആൾക്കാർ. അല്ല, ഈ സിനിമ കൃത്യമായി ടൊവിനോ തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ മതങ്ങൾ തമ്മിൽ തല്ലുന്നതല്ല അവരുടെ പ്രശ്നം, അവർ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് കപട മതേതരത്വം അടിച്ചുകൊണ്ട് ഇവിടെ വോട്ടിന് വേണ്ടി ഭിന്നിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് പരിശോധിച്ചുകൂടെ? അങ്ങനെയാണ് എല്ലാ ആളുകളെയും ട്രോളിക്കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ അവനവന് വേണ്ട അമ്പെടുത്തിട്ട് പരസ്പരം ഈ ഓൾറെഡി ഭിന്നിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ ഈ സിനിമയെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഭിന്നിപ്പിക്കാൻ എന്തെങ്കിലും കഴിയുമോ എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതീ പറയുന്ന BJP ആയാലും, അതീ പറയുന്ന കോൺഗ്രസ് ആയാലും, അതീ പറയുന്ന CPM ആയാലും അവരവർക്ക് വേണ്ട അമ്പെടുത്ത് എയ്യുകയാണ്. അതിലൂടെ വരുന്നത് എന്താ? ഒരു ഇസ്ലാം ഹിന്ദു വിരുദ്ധതയാണ് ഇതിലൂടെ കാണുന്നത്. ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായിട്ട് അവരെ ആക്രമിച്ചത് എന്തോ സംഘപരിവാറിന്റെ ഗൂഢാലോചനയായിരുന്നു എന്നുള്ള രീതി പോകുന്നുണ്ട്. നേരെ മറിച്ച് അപ്പുറത്തുള്ള ആളുകൾ പറയുന്നത് എന്താ? ഗോത്ര കലാപം, അതായത് ഗോത്രയിൽ ട്രെയിനിൽ സന്യാസിമാരെ ചുട്ടുകൊന്നു, അങ്ങനെയാണ് കലാപം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചുട്ടുകൊന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, നിങ്ങളല്ലേ തുടങ്ങിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഇത് കൃത്യമായ ഒരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും അല്ല എമ്പുരാൻ പ്രതീക്ഷിക്കുന്നത്. അവർ പറയുന്ന എന്താണ് പൊളിറ്റിക്സും അവർ പറയുന്ന കാര്യവും ഒക്കെ ഉപരിയായിട്ട് ഇതൊരു സിനിമയാണ്. ആ സിനിമയെ നിങ്ങൾ അങ്ങനെ കാണണം. അതെ, നമ്മുടെ കേരളത്തിന് അഭിമാനമായ ഒരു സിനിമയാണ്. ആ സിനിമയിൽ ഇത് ആദ്യം തുടങ്ങിയത് എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണിന്റെ ഒരു ചർച്ചയിലാണ്. ഈ പറയുന്നത് ഈ എമ്പുരാൻ ഈ രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകും, ഈ BJP ഒക്കെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്, അന്യ സംസ്ഥാനത്തൊക്കെ പിന്നെ പണ്ടൊരു സമയത്ത് ആസിഫ് അലി പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഒരു നിശ ഈ മുസ്ലിം കുട്ടിയും അല്ലെങ്കിൽ ഹിന്ദു ആ ഒരു രീതിയിൽ വേഷവിധാനമുള്ള കുട്ടികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം എടുത്തിട്ട് അതിന് വളരെ രീതിയിൽ ഹൈപ്പ് കൊടുത്തിട്ട് എന്തോ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു സാധനം എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് അത്തരത്തിൽ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊരു അത്ഭുതമാണ് എന്ന രീതിയിൽ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഇതൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് നോർമലൈസ്ഡ് അല്ല. ഇവിടെ മാത്രം സംഭവിക്കുന്ന എന്തോ ഒരു അത്ഭുതമാണെന്ന രീതിയിൽ ഇങ്ങനെ മതസൗഹാർദ്ദത്തിന് ഈ ടാഗ് ചെയ്യപ്പെട്ട് കാണിക്കുന്ന ആ ഒരു രീതി, ആ ഒരു ഏത് മീഡിയ ആണെങ്കിലും അത് അങ്ങനെ കാണിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വിഷമം ഉണ്ടാകും. കാരണം അതങ്ങനെയല്ല, അതിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിലൊരു വലിയ കാര്യം. തീർച്ചയായിട്ടും എന്തായാലും ഈ പറയുന്ന സിനിമയ്ക്കകത്തും കവിതകൾക്കകത്തും കഥയ്ക്കകത്തും ഈ പറയുന്ന എല്ലാ നല്ല നിമിഷങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും അതുപോലെ തന്നെ സൗഹൃദങ്ങളിലും ഒക്കെ ഈ പറയുന്ന പൊളിറ്റിക്സ് കുത്തിക്കയറ്റി വിഭജിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ രാഷ്ട്രീയവും നല്ലതാണ്, പക്ഷെ ആ രാഷ്ട്രീയത്തെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ജാതീയമായും മതപരമായും വീണ്ടും വീണ്ടും ഭിന്നിപ്പുകളിലേക്ക് പോവുകയും രൂക്ഷമായ രീതിയിലുള്ള ആളുകൾക്ക് അതൊരു വേദിയായി മാറുകയും ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സിനിമയെ വിമർശിക്കൂ, വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ ആ സിനിമയെ വിമർശിക്കും. അതെ, തീർച്ചയായിട്ടും അതാണ് ചെയ്യുന്നത്. അല്ല, സിനിമയെ പറ്റി നമുക്ക് അഭിപ്രായം പറയാം, സിനിമയെ പറ്റി എതിരെ അഭിപ്രായം പറയാം, പക്ഷെ അതിനെ പൊളിറ്റിക്കൽ അതൊക്കെ പറയാം. ഈ പറയുന്ന സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സിനെയും വിമർശിക്കാം. പക്ഷേ എന്താണ് ഈ വിഷയമെടുത്ത് ഒരു പൊളിറ്റിക്കൽ ഒരു പ്രചാരണ ഉപകരണമാക്കി മാറ്റുമ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം ഒരു മികച്ച സിനിമ മലയാളത്തിൽ നിന്നുണ്ടായിരിക്കുന്നു, അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അതിനെ
പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. ബോളിവുഡിൽ നിന്ന് പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായി മാറേണ്ട ഒരു സിനിമയാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും മികച്ച ട്വിസ്റ്റുകളൊക്കെ ഉള്ള സിനിമ. നമ്മളിപ്പോൾ പേരൊന്നും പറയുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ വന്നു പോകുന്ന ഒരു സിനിമ കൂടിയാണ്. എന്തായാലും ആളുകൾ സിനിമ കാണട്ടെ, വിദ്വേഷങ്ങളും രാഷ്ട്രീയവും പൊളിറ്റിക്സും ഒക്കെ മാറി നിൽക്കട്ടെ.